السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിലുടനീളം പ്രപഞ്ച സൃഷ്ടാവായ നാഥന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ഓരോ രഹസ്യത്തിലും പരസ്യത്തിലും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ISM മൂവാറ്റുപുഴ മണ്ഡലം സംഘടിപ്പിച്ചിരിക്കുന്ന ആദർശ പാഠശാലയിലെ രണ്ടാമത്തെ സെഷനിലാണ് ഞാനും നിങ്ങളും ഇപ്പൊ പങ്കെടുക്കുന്നത്. വളരെ വേഗത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. വളരെ അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നാം മനസ്സിലാക്കണം, ഓരോ വിശ്വാസികൾക്കും വല്ലാതെ ആവേശം പകരുന്ന, സന്തോഷമുണ്ടാക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ വിശ്വാസികളും പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ പറയപ്പെടാവുന്ന പരിശുദ്ധമായ റമളാൻ മാസം. ഏതെല്ലാം വിശേഷണങ്ങൾ കൊടുത്താലും നമുക്ക് മതി വരില്ല റമളാൻ മാസത്തെ കുറിച്ച് പറയുമ്പോൾ. ഞാനും നിങ്ങളുമൊക്കെ വലിയ ആവേശത്തിലാണ് ആ റമളാനിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നന്മ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും
അവന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊയ്തെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ് റമദാൻ മുമ്പോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നന്നാകാൻ കൊതിക്കുന്ന ആളുകൾ തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ദൗർബല്യമായ നിമിഷങ്ങളിൽ കടന്നു വന്നിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ അവനിക്കും തന്റെ റബ്ബിനും മാത്രം അറിയുന്ന അവന്റെ ജീവിതത്തിലെ രഹസ്യമായ ചില സംഭവങ്ങൾ, ഇതൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുവാൻ പാപമോചനത്തിന്റെ വാതിലുകൾ അല്ലാഹ് നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്നു തരുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. നമുക്കറിയാം, നന്മ ചെയ്യുന്നവർക്ക് പ്രവേശിക്കുവാൻ വേണ്ടി സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമദാൻ, റമദാൻ വന്നെത്തിക്കഴിഞ്ഞാൽ, റമദാൻ കടന്നു വന്നു കഴിഞ്ഞാൽ, ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗീയ കവാടങ്ങളൊക്കെ മലർക്കെ തുറക്കപ്പെടുകയാണ്. വഉൽഖത് അബ്വാബൻ നാർ, നരക കവാടങ്ങളൊക്കെ മലർക്കെ കുട്ടിയടക്കപ്പെടുകയും ചെയ്യും. വസുഫിദതി ശയാത്തീൻ, പിശാചിനെ ബന്ധിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന മാസം. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ പരിശുദ്ധ റമദാനിലെമ്പാടുമുണ്ട്. തിന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്ന് നമുക്ക് റമദാനിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തിന്മയെ ഒഴിവാക്കി നന്മയുടെ മാർഗത്തിലൂടെ ഒരു വിശ്വാസിക്ക് അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ പടിവാതിലിൽ വന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ റമദാൻ മാസത്തിലെ ഓരോ രാവിലും പകലിലുമെല്ലാം തന്നെ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണ്? യാ ബാഇയൽ ഖൈരി ഹലുമ്മ, അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവനെ, നിങ്ങൾ എന്ത് ചെയ്യുക? മുൻകടന്നു വരാൻ, മുമ്പോട്ട് വരിക. അതല്ല, തിന്മ കൊതിക്കുന്നവനെ, ആ തിന്മയൊക്കെ നീ ഒന്ന് അല്പം കുറയ്ക്കൂ എന്ന് ആകാശത്തു നിന്ന് വിളിച്ചു പറയപ്പെടുന്ന ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ റമദാനിന്റെ മാസം. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അതാക്കും റമദാൻ ശഹ്റുൻ മുബാറക്, റമദാൻ ഇതാ വന്നെത്തിയിരിക്കുന്നു, പരിശുദ്ധമായ അനുഗ്രഹീതമായ മാസം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, ആ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞ റമദാനിനെ കുറിച്ച് പറഞ്ഞു വെക്കാൻ കാരണം, നാം ഒക്കെ വല്ലാതെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വീടുകളിൽ ആ വീടിന്റെ ഓരോ മുക്കുമൂലകൾ വരെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അടിച്ചുവാരി വൃത്തിയാക്കി, ഒരിക്കലും സ്പർശിക്കാത്ത സ്ഥലങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ഉമ്മമാർ, ഭാര്യമാർ, അതുപോലെ തന്നെ നാം ഓരോരുത്തരും എല്ലാ കാര്യങ്ങളും കഴുകി വൃത്തിയാക്കി അടച്ചു തുടച്ച് എല്ലാം റെഡിയാക്കി റെഡിയായി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? റമദാനിലേക്കൊന്ന് ഒരുങ്ങി നിൽക്കാൻ വേണ്ടി, റമദാനിനെ ഒന്ന് സ്വാഗതം ചെയ്യാൻ വേണ്ടി. കാരണം റമദാൻ നമ്മുടെ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ റമദാൻ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലൊക്കെ കടന്നു വരുന്നൊരു ചിന്തയുണ്ട്. ഒരു കാരണവശാലും കഴിഞ്ഞ റമദാൻ പോലെ ആകരുത് ഈ റമദാൻ. ഈ റമദാനിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഈ റമദാനിൽ ഇന്ന കാര്യങ്ങളൊക്കെ കൂടുതലായി ചെയ്യണമെന്നുള്ള പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ റമദാനില് പരിശുദ്ധ ഖുർആൻ ഒരു വട്ടം മാത്രമേ എനിക്ക് ഓതി തീർക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ കുറഞ്ഞത് 2 or 3 വട്ടമെങ്കിലും ഞാൻ ഖുർആൻ ഓതി തീർക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാനും നിങ്ങളും മുമ്പോട്ട് പോവാം. അതുപോലെ തന്നെ കഴിഞ്ഞ റമദാനിൽ വേണ്ടുന്ന രൂപത്തിലുള്ള സദഖകളൊന്നും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ റമദാനിൽ ഉറപ്പായും ഞാൻ സദഖയ്ക്ക് വേണ്ടി ഇത്ര രൂപ മാറ്റിവെച്ചിരിക്കും എന്നുള്ള പ്രതീക്ഷകൾ. ഇതുപോലെ തന്നെ നമ്മുടെ ജോലി, റമദാനാണ് വരുന്നത്. റമദാനിന്റെ പകലുകളിൽ നമ്മുടെ ജോലിയുടെ സമയക്രമങ്ങൾ എങ്ങനെയായിരിക്കണമെന്നൊക്കെ കൃത്യമായി പ്ലാനോടുകൂടി, അജണ്ടയോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് നാം എല്ലാവരും. റമദാനിന് വേണ്ടി കാതോർത്ത് നിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ റമദാനിന്റെ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, ചില ആളുകളൊക്കെ മുമ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഉപമയുണ്ട്, ഒരു നാടൻ ഉപമ. എന്താണെന്നറിയോ? ഒരു വീട്, ആ വീട്ടില് പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയം ആ വീട്ടിലെ ഒരു മകൻ വെള്ളം കുടിക്കാനോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി രാത്രി ഉറക്കത്തിൽ നിന്ന് പാതിരാത്രിക്ക് ഞെട്ടി എഴുന്നേറ്റു.
അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വീടിനകത്തേക്ക് പോയി. പുറത്തെന്തോ ശബ്ദം കേട്ടുകൊണ്ട് ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പരങ്ങുന്നത് അവൻ കാണുകയാണ്. കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ മകന് മനസ്സിലാകുന്നുണ്ട് അതൊരു കള്ളനാണ് എന്നുള്ള കാര്യം. ഉടനെ വന്ന് വാപ്പാനെ വിളിച്ചുകൊണ്ട് പറയാണ്, വാപ്പ ഒരു കള്ളനാണെന്ന് തോന്നുന്നു, നമ്മുടെ വീട്ടുപടിക്കലേക്ക് എത്തിയിട്ടുണ്ട്, മുറ്റത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്കവനെ പിടിക്കണമെന്ന് പറയുമ്പോൾ വാപ്പ പറയുന്ന ഒരു വർത്താനുണ്ട്, അവൻ വീടിനകത്ത് കയറട്ടെ, നമുക്കപ്പോ പിടിക്കാൻ എളുപ്പമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കള്ളൻ വാതിൽ തുറന്ന് വീടിനകത്ത് കടക്കുന്നത് കാത്തുനിന്നു. പിറകുവശത്ത് വാതിൽ തകർത്ത് ആ കള്ളൻ വീട്ടിനകത്ത് കയറി. മകൻ ചോദിക്കുന്നുണ്ട്, ഉപ്പ കള്ളനിതാ വീടിനകത്ത് കയറിയിട്ടുണ്ട്, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? ഉപ്പ പറഞ്ഞു, വേണ്ട, ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിന് നമ്മൾ അവനെ പിടിക്കാം? അവൻ അലമാര തുറന്ന് എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് തൊണ്ടി മുതലടക്കം അവനെ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കള്ളൻ വന്ന് അലമാര തുറന്ന് അവിടെ നിന്ന് ആഭരണങ്ങൾ എടുത്തു. അങ്ങനെ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി മകനും ഉപ്പയും കൂടി ചാടി പുറപ്പെടുമ്പോൾ ആ കള്ളൻ അവരുടെ കൈകളിൽ നിന്ന് കുതറി മാറി ചാടി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നമ്മുടെ പലരുടെയെങ്കിലും ജീവിതത്തിൽ പരിശുദ്ധമായ റമളാൻ മാസം ഇതുപോലെയൊക്കെ ആയിരിക്കാം. കാരണം എന്താ, നമുക്കൊക്കെ ആഗ്രഹമാണ്. റമളാൻ വരുന്നതിന് മുമ്പേ നമ്മളൊക്കെ ഓരോ മനക്കോട്ടകളും ഓരോ പ്രതീക്ഷകളും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. കഴിഞ്ഞ റമളാൻ എനിക്ക് നന്നാകാൻ പറ്റിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ നന്നാകണം. കഴിഞ്ഞ റമളാനിൽ എന്റെ അശ്രദ്ധ കൊണ്ട് പള്ളിയുമായിട്ടുള്ള ബന്ധം, നോമ്പിന്റെ വിഷയത്തിലൊക്കെ പല വീഴ്ചകളും വന്നു പോയി. ഈ റമളാനിൽ അതൊന്നും ഉണ്ടാകില്ല, എല്ലാം നല്ല ഭംഗിയായി പൂർണ്ണമായി ഞാൻ ചെയ്യും. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിലുണ്ട്. അങ്ങനെ പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ ദിവസങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കും. റമളാനിലേക്ക് പ്രവേശിച്ച ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി കടന്നു പോകുന്നത് ദ്രുതഗതിയിൽ അതിങ്ങനെ വേഗത്തിൽ സഞ്ചരിച്ചു പോകുമ്പോൾ ആദ്യത്തെ 10 കഴിയുമ്പോൾ നമ്മൾ തലയിൽ കൈവച്ചിട്ടൊരു നിൽപ്പുണ്ട്. പടച്ചോനെ, ഒന്നാമത്തെ 10 കഴിഞ്ഞു, എത്ര പെട്ടെന്നായി ഒന്നാമത്തെ 10 കഴിഞ്ഞു പോയത്. എനിക്ക് ഒന്നാമത്തെ 10 ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ 10 കൂടുതൽ പ്രതിഫലമുള്ളത് രണ്ടാമത്തെ 10. അതുകൊണ്ട് രണ്ടാമത്തെ 10 നന്നാകാം. തൗബയുടെ വാതിലൊക്കെ തുറക്കുന്ന സമയമാണ്, തൗബയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള 10 പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഇവൻ അവന്റെ മനസ്സിൽ വീണ്ടും ന്യായങ്ങൾ കണ്ടെത്തും. രണ്ടാമത്തെ 10 സ്വാഭാവികമായും സാധാരണ പോലെ അവൻ കടക്കും. രണ്ടാമത്തെ 10 ഇതേ രൂപത്തിൽ കഴിഞ്ഞുപോയി. അവൻ വിചാരിക്കും രണ്ടാമത്തെ 10 കൂടുതൽ പ്രതിഫലം മൂന്നാമത്തെ 10. അന്നാണ് ലൈലത്തുൽ ഖദറൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ 10 നന്നാകാമെന്ന് വിചാരിക്കും. മൂന്നാമത്തെ 10 കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവൻ പറയുന്നൊരു വർത്താനം, ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അടുത്ത റമളാനിൽ ഉറപ്പായും ഞാൻ നന്നാകും എന്ന് പറയുന്നൊരു നാടൻ ശൈലിയുണ്ട് പല ആളുകൾക്കും. അതുകൊണ്ട് നാം ഒന്ന് ഒരുങ്ങി നിൽക്കണം. ഈ റമളാൻ കഴിഞ്ഞ റമളാൻ പോലെ ആകരുത്, വെറും വാക്കായി മാറരുത് നമ്മുടെ റമളാൻ. അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഫർളായ നോമ്പ് കഴിഞ്ഞ റമളാനിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വിരലിലെണ്ണി തീരാൻ പോലും ദിവസങ്ങളില്ല. അതുകൊണ്ട് എത്രയും വേഗം 1-2 നോമ്പൊക്കെ ബാക്കിയുള്ളവരത് നോറ്റെടുത്ത് വീട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു പോകാറുള്ളൊരു വർത്തമാനമുണ്ട്, റമളാനായിട്ട് നന്നാകാം. എന്റെ ഭാഗത്ത് കുറെ വീഴ്ചകളൊക്കെ ഉണ്ട്, തിന്മകളൊക്കെ ഉണ്ട്, അശ്രദ്ധകളൊക്കെ ഉണ്ട്. റമളാൻ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് വേണം എനിക്ക് നന്നാകാൻ എന്നുള്ള മുൻകരുതലുമായി റെഡിയായി നിൽക്കുന്ന മനുഷ്യൻ. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. നന്നായിക്കൊണ്ട് റമളാനിലേക്ക് അടുക്കാം എന്നുള്ള വർത്തമാനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി എല്ലാം പൊരുത്തപ്പെടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ പറഞ്ഞു തീർത്ത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി ഖേദിച്ചു മടങ്ങി നമ്മൾ എന്ത് ചെയ്യണം? പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ശുദ്ധ മനസ്സുമായിട്ട് റമളാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങിയവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തിന്മകളൊക്കെ കഴുകിക്കളയാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം നമുക്കറിയാം, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. വിള്ളലുകൾ സംഭവിച്ചു പോയ ബന്ധങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, അതുപോലെ തന്നെ മക്കൾക്കിടയിൽ, ഏറ്റവും അടുത്ത കുടുംബക്കാർക്കിടയിൽ, രക്തബന്ധങ്ങൾക്കിടയിൽ, അയൽപക്ക ബന്ധങ്ങൾക്കിടയിൽ, മനുഷ്യബന്ധങ്ങൾക്കിടയിൽ, സൗഹൃദങ്ങൾക്കിടയിൽ എവിടെയൊക്കെയാണ് വിള്ളലുകൾ വന്നു പോയിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൂടപ്പറപ്പുകളുമായിട്ട്, രക്തബന്ധമുള്ള സഹോദരങ്ങളുമായിട്ട് മാസങ്ങളായി വർഷങ്ങളായി മിണ്ടാണ്ട് നടക്കുന്ന ആളുകളും നമുക്കിടയിൽ നിന്ന് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എവിടെയാണോ
വിള്ളൽ വന്നു പോയിട്ടുള്ളത് ആ ബന്ധങ്ങളെ കൂടുതൽ നന്നാക്കിക്കൊണ്ട് റമളാനിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. അല്ലാഹ് പറഞ്ഞത് എന്താ? കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? നീയുമായിട്ട് ബന്ധം ചേർത്തവനുമായി ഞാൻ ബന്ധം ചേർക്കും. നീയുമായിട്ട് ആരെങ്കിലും ബന്ധം മുറിച്ചിട്ടുണ്ടോ അവനിൽ നിന്ന് ഞാനും ബന്ധം മുറിക്കുമെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങൾ എന്ത് ചെയ്യണം? ഇണക്കി ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ ബന്ധങ്ങൾ നന്നാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റമളാനിലേക്ക് കടന്നു ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാ പറഞ്ഞത്. കുടുംബബന്ധം മുറിച്ചവൻ. അപ്പൊ കുടുംബത്തിനിടയിൽ എന്തെങ്കിലും വിള്ളലുകൾ വെച്ചുകൊണ്ടാണ് റമളാനിലേക്ക് തൗബയുടെ വാതിൽ തുറന്നിരിക്കുന്ന ആ മാസത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തുതരിക? അതുകൊണ്ട് ബന്ധങ്ങളെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. എവിടെയെങ്കിലും അസ്വാരസ്യങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാൽ. 3 രാത്രിയിലധികം തന്റെ സഹോദരനുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും രൂപത്തിലുള്ള വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകും. അവൻ നമ്മെ കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു കൊണ്ടുപോകും. കണ്ടാ മിണ്ടൂല, നോക്കിയാ ചിരിക്കൂലാത്ത ആളുകളായി നമ്മൾ മാറി. സഹോദരങ്ങൾ, അതൊക്കെ അവരുമായിട്ട് പറഞ്ഞു തീർത്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ബന്ധങ്ങളെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് നിങ്ങളിൽ ഉത്തമരെന്നറിയോ? ആദ്യം കാണുമ്പോൾ സലാം കൊണ്ട് തുടങ്ങുന്നവനാ. രണ്ടുപേർ തമ്മിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടാകും. കണ്ടാ മിണ്ടൂല, ഭയങ്കര മൂക്കത്ത് ശുണ്ടിയുമായി നടക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോയി സലാം പറയണം. അവന്റെ ഭാഗത്താണ് അനീതികേടുകൾ ഉള്ളത് എന്നുണ്ടെങ്കിലും അവനോട് അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് ആ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റമളാൻ കടന്നു വരാണ്. സമയങ്ങൾ കൂടുതൽ നന്മകളിൽ മുഴുകുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങളിൽ നമ്മൾ ഇടപെടണം. ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതൊക്കെ റമളാനിന് മുമ്പേ ഒരുക്കി വെക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള ഒരു പരിവർത്തനം ഞാനും നിങ്ങളും നേടിയെടുക്കണമെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയാൻ കാരണം? നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനമായ വിഷയം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്, നമ്മെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അല്ലാഹ് പറഞ്ഞത് എന്നറിയോ? കുൻതും ഖൈറ ഉമ്മ. കുൻതും ഖൈറ ഉമ്മ. നിങ്ങളാണ് ഖൈർ ഉമ്മത്ത്, ഉത്തമമായ സമുദായം എന്ന് അല്ലാഹ് നമ്മെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തമ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെന്ന് അല്ലാഹു നമ്മെ കുറിച്ച് വിശേഷിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം നമ്മുടെ മനസ്സുകളിൽ കൃത്യമായി നാം കൊത്തിവെക്കേണ്ടതും ഇന്നത്തെ നമ്മുടെ വിഷയവുമായി വളരെയധികം പ്രാധാന്യമുള്ളതുമായ ഒരായത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. എന്താണ് അല്ലാഹ് പറയുന്നത്? വൽതകും മിൻകും ഉമ്മതൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹ് പറയാ, വൽതകും മിൻകും ഉമ്മ. നിങ്ങളിൽ നിന്ന് എന്തുണ്ടാകണം? ഒരു സമുദായം ഉണ്ടാകണം, ഒരു കൂട്ടം ഉണ്ടാകണം. എന്താണ് നമ്മളിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്ന ആ കൂട്ടത്തിന് ഉണ്ടായിരിക്കേണ്ട, സമുദായത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യദ്ഊന ഇലൽ ഖൈർ. നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ. പിന്നെയോ വയഅ്മുറൂന ബിൽ മഅറൂഫ്. സദാചാരം കൽപ്പിക്കുന്നവർ, നന്മ കൽപ്പിക്കുന്നവർ. അതുപോലെ തന്നെ വയൻഹൗന അനിൽ മുൻകർ. ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായമായിരിക്കണം ഞാനും നിങ്ങളും. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അത്തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥമായ വിജയികൾ എന്ന് പറയാണ്. അപ്പോ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ഏറ്റവും നന്മയായ ഹൈറായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന, സ്വന്തം കുടുംബത്തിൽ നിന്ന് പരിവർത്തിപ്പിച്ചു കൊണ്ടുവരുന്ന ഏറ്റവും ഉത്തമ സമുദായത്തിൽപ്പെടുന്ന ആളുകളായി ഞാനും നിങ്ങളും മാറണമെന്ന് അല്ലാഹ് പറയുമ്പോൾ ആ ഹൈർ ഉമ്മത്തിൽപ്പെടുന്ന നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാനമായ ക്വാളിറ്റിയിൽ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് തുഅ്മിനൂന ബില്ലാഹ്. റബ്ബിലുള്ള അചഞ്ചലമായ ഈമാൻ ഉണ്ടായിരിക്കണം.
നമ്മുടെ ഈമാനിൽ എവിടെയും ഒരു വീഴ്ച വന്നു പോകാതെ, നമ്മുടെ ഈമാനിൽ എവിടെയും ഒരു ഒരു കാപട്യം വന്നു പോകാതെ, ആ ഈമാനിനെ അചഞ്ചലമായി പതറാതെ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈമാൻ? നേരത്തെ അബ്ദുള്ള മൗലവി പറഞ്ഞപ്പോ ഞാനും നിങ്ങളും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഈമാൻ എന്ന് പറഞ്ഞാൽ വെറുതെ വിശ്വാസം എന്ന് നമ്മുടെ തൊള്ള കൊണ്ട് പറഞ്ഞു പോകുന്ന ഒന്നല്ല. റബ്ബിനെ അറിഞ്ഞ് അംഗീകരിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈമാനിൽ റബ്ബിലുള്ള ആ അചഞ്ചലമായ വിശ്വാസം അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും വിള്ളലുകൾ വരാതെ അതിനെ ദൃഢതയോടുകൂടി മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ ബലികൾ, നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങി ആരാധനയുടെ ഏതെല്ലാം ഇനങ്ങളുണ്ടോ അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലോകരക്ഷിതാവായ റബ്ബിന് മുമ്പിൽ മാത്രം അർപ്പിക്കുകയും ആ റബ്ബിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിപതറാതെ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയായി മാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലാഹ്ക്ക് പുറമെ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോ ഈ ആയത്തിനെ അടിമുടി മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലുള്ള മസ്ജിദുകളിൽ നടക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ സമീപ പ്രദേശത്തുള്ള പള്ളിയിൽ ചന്ദനക്കുടം തുടങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കേണ്ടുന്ന ആ ഭവനത്തിൽ എന്ത് ചെയ്യാണ്? ഷിർക്കിന്റെ കൊടികുത്തുന്ന എല്ലാ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഈമാനിന്റെ വിഷയത്തിൽ നിന്ന് ഒരു അടിപതറി പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു കോണിലോ ഏതെങ്കിലും ഒരു ചെരിവിൽ വെച്ചുകൊണ്ടോ റബ്ബിന് സമന്മാരെ ഉണ്ടാക്കുന്ന, റബ്ബിന് പങ്കുകാരെ ഉണ്ടാക്കുന്ന, റബ്ബിനും നമുക്കുമിടയിൽ ഇടയാളന്മാരെ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും വിജനമായ പ്രദേശത്ത് പെട്ടുപോയാൽ അവിടെ സഹായിക്കാൻ അള്ളയല്ലാത്ത മറ്റുള്ള അദൃശ്യ ശക്തികൾ കടന്നു വരുമെന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിന്റെ കോണുകളിൽ എപ്പോഴെങ്കിലും ഒരു ചാഞ്ചാട്ടമായി കൊണ്ട് കടന്നു വന്നാൽ പോലും അള്ളാഹ് പറയാണ്, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹ് അവനക്ക് സ്വർഗം നിഷിദ്ധമാക്കും. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം എന്ന് പറയുന്നത് നരകം മാത്രമായിരിക്കും. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായിയായിട്ട് മറ്റാരുമില്ല എന്ന് അള്ളാഹ് ഉണർത്തി തരികയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന ശിർക ലഉൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമമാണ് കേട്ടോ ഈ ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്ത് പോലും, ഒരു സെക്കൻഡിൽ പോലും ഈമാനിൽ കളങ്കം വരുത്തുന്ന ഒരു ചിന്ത പോലും, ഒരു ചാഞ്ചാട്ടം പോലും കടന്നു വരാൻ പാടില്ല. ആ വിഷയം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ സമുദായത്തിൽ ഖൈറു ഉമ്മത്തിൽ ഞാനും നിങ്ങളും പെടണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി കറകളഞ്ഞ ഈമാനുള്ളവരായ വ്യക്തികളായി മാറണം നമ്മൾ. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുന്നവരായി നമ്മൾ മാറണം. എവിടെന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് നന്മ ഉപദേശിക്കേണ്ടത്? വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നമ്മുടെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നാണ്, നമസ്കാരം കൊണ്ട് ഉപദേശിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിൽ ഒരു ഈമാനികമായ കുടുംബമായിട്ട് നമ്മുടെ കുടുംബത്തെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരുന്ന വിഷയത്തിൽ എവിടെയെങ്കിലും നമുക്ക് വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ അവർക്കൊരു നമ്മുടെ കുടുംബത്തെ ഈമാനികമായ പ്രകാശമുള്ള ഒരു കുടുംബമാക്കി അള്ളാനെ അനുസരിക്കുന്ന, അള്ളാനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് മാത്രം സഹായം തേടുന്ന, അസുഖങ്ങൾ വന്നാൽ, ദുരിതങ്ങൾ വന്നാൽ ഒരു പടപ്പറമ്പിലേക്കും ഒരു മക്ബറകളിലേക്കും ഒരു ജാറങ്ങളിലേക്കും പോകാത്ത, ഒരു എണ്ണയും കുടിക്കാത്ത, ഒന്നും ഊതി തടവാത്ത, ഒരു ഷേഖുമാരുടെയും ബീവിമാരുടെയും ബാവുമാരുടെയും തങ്ങന്മാരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും ഒരു തൊട്ടിലുകൾക്ക് മുമ്പിലും പോയി കൈ നീട്ടാത്ത കറകളഞ്ഞ ഈമാനുള്ളവരായ ഇഖ്ലാസിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരുന്ന വിഷയത്തിൽ എവിടെയെങ്കിലും നമുക്ക് വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കുടുംബത്തിൽ നിന്ന് ഉപദേശിക്കാനാണ് പറഞ്ഞത്, അതല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് സമുദായത്തോട് ആദ്യം ചെന്ന് കലപില കൂട്ടാനല്ല പറയുന്നത്.
ജനങ്ങളോട് ഉപദേശിക്കുന്നതിന് മുമ്പേ സ്വന്തം നഫ്സിലേക്കൊന്ന് നാം ഒന്ന് നോക്കണം. നാം ഓരോരുത്തരും നോക്കണം. ഒരു കൈ ജനങ്ങൾക്ക് നേരെയാണ് നമ്മൾ നീട്ടുന്നത് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വിരലുകൾ മുഴുവനും നമ്മുടെ നമ്മുടെ ഹൃദയത്തിലേക്കാണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ആകരുത് ഒരിക്കലും നമ്മുടെ ദഅവത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പറയുന്നത്. ആ നരകത്തിന്റെ ഇന്ധനം എന്താ? മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന ആ നരകം. റബ്ബ് എന്ത് പറയുന്നു അത് അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി, മർദ്ദിക്കാൻ വേണ്ടി, ശിക്ഷകൾ നടപ്പാക്കാൻ വേണ്ടി ശിക്ഷകളുടെ മലക്കുകൾ അവിടെ കാവൽക്കാരായി നിൽക്കുന്ന ആ നരകം, ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈ കൽപ്പന സ്വന്തം നഫ്സിലേക്ക് ചൂണ്ടുവാനും സ്വന്തം നഫ്സിനോട് ചോദിക്കുവാനും സ്വന്തം കുടുംബത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാനും അതിനെ പ്രയോജനപ്പെടുത്തിയെടുക്കാനും എത്രത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ദഅവത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ, പ്രവാചകന്റെ ദഅവത്തിന്റെ മാതൃകയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ പ്രധാനമായ ബാധ്യതകളിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഈമാനിൽ കൃത്യമായി അടിയുറച്ചു നിൽക്കുകയും നന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഖൈറു ഉമ്മത്തിൽ പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മൂന്നാമത്തെ കാര്യമാണ്. യൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നവരായി നിങ്ങൾ മാറണം. എങ്ങനെയാ തിന്മ വിരോധിക്കുക? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതിനെ എന്ത് ചെയ്യണം? കൈകൊണ്ട് തടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആ കൈകൊണ്ട് തടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാവ് കൊണ്ട് ആ തിന്മയെ നിങ്ങൾ തടുക്കണം. നാവ് കൊണ്ട് തടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുകയെങ്കിലും ചെയ്യണം. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ കാര്യമാണ്, ചെറിയ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തിന്മകളോട് എത്രത്തോളം പൊരുതി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? സ്വന്തം നഫ്സിനോട് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ തിന്മയിൽ അകപ്പെടാനുള്ള നിമിഷങ്ങൾ, സാഹചര്യങ്ങൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി നിൽക്കാൻ ഞാനും നിങ്ങളും എത്രത്തോളം മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കാം. ഫോൺ എടുത്ത് തോണ്ടുമ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസ്, ഫേസ്ബുക്ക് തുറന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺമുമ്പിലേക്ക് നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെ കടന്ന് പാറി മിന്നി മറയുന്ന വീഡിയോസ്, അത് കണ്ട് ആസ്വദിക്കുമ്പോൾ, തിന്മയുടെ വീഡിയോയാണ് നമ്മൾ കണ്ട് ആസ്വദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാം, മോനെ അത് കാണരുത് കേട്ടോ? എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കാം? രാത്രി 10 മണി, 11 മണി, 12 മണി വരെ ഫോൺ തോണ്ടി കിടന്ന് ഉറങ്ങിയ നമ്മൾ സുബഹിക്ക് തഹജ്ജുദ് പോലും ഇല്ലാതെ വൈകിയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ സുബഹിക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന വിഷയത്തിൽ, ജമാഅത്തിന് വേണ്ടി അവരെ വിളിച്ചുണർത്തുന്ന വിഷയത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ കുറ്റം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. സഹോദരങ്ങളെ, ഒരിക്കലും തിന്മയോട് വിമുഖത കാണിക്കുന്നവരായി നമ്മൾ മാറരുത്. തിന്മയോട് അനുകമ്പ കാണിക്കുന്നവരായി നമ്മൾ മാറരുത്. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് വീഴ്ചകൾ വന്നു പോയിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരല്ല, മറിച്ച് നമ്മൾ നന്നായിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമുദായത്തെയും ഉന്നമനത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കണം സദാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു തിന്മ കണ്ടിട്ട് ആ തിന്മ എതിർക്കാത്തൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ മാറുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും അല്ലാഹു സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ളതാണ്. ചില ആളുകളൊക്കെ പറയുന്നില്ലേ, ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്രയോ എന്റെ റബ്ബിനോട് വിളിച്ച് തേടുന്നു, എന്നിട്ട് പോലും ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ, എന്റെ ആവശ്യങ്ങളൊന്നും നിറവേറുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് വേവലാതികൾ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, തിന്മകളോട് എത്രത്തോളം അകലം പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അസ്റിൽ പറയുന്നത് പോലെ, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യരിൽ അധികം ആളുകളും നഷ്ടത്തിൽ തന്നെയാണ്, ഇല്ലല്ലദീന ആമനു, 4 വിഭാഗം ആളുകൾ ഒഴികെ നഷ്ടക്കാരാണ്. ആരാണ്? ഒന്നാമത്തെ ആളുകൾ ഇല്ലല്ലദീന ആമനു, ഈമാൻ കൈക്കൊള്ളുകയും
വഅമിലുസ് സാലിഹാത്ത്, ആ ഈമാനിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അമലുസ് സാലിഹാത്തുകൾ ധാരാളമായി ജീവിതത്തിൽ പ്രവർത്തിക്കുകയും വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി അന്യോന്യം ഉപദേശിക്കുകയും സത്യം കൈക്കൊള്ളാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരും നഷ്ടക്കാരിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഈമാൻ എത്രത്തോളം ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആ ഈമാനിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഇബാദത്തുകൾ, അമലു സാലിഹാത്തുകൾ എത്രത്തോളം ഗൗരവത്തിൽ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാണ് ഞാനും നിങ്ങളും. അതുപോലെ തന്നെ ഒരു ഹക്കായ സത്യമായ നന്മയായ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ആ നന്മ മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയും അതിനുശേഷം ഞാൻ എന്റെ കുടുംബത്തോടും എന്റെ സമുദായത്തോടും ദഅവത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട്, പ്രബോധനത്തിറങ്ങിക്കൊണ്ട് ആ കാര്യം അവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ ഞാൻ? ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മയിൽ നിന്ന് സ്വന്തമായി മാറി നിൽക്കുകയും കുടുംബത്തെയും സമുദായത്തെയും ആ തിന്മയിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി ആ തിന്മയെ തൊട്ട് എതിർക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അതുപോലെ തന്നെ എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം കൃത്യമായി ക്ഷമ അവലംബിക്കുന്ന വ്യക്തിയാണോ ഞാൻ എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് കൃത്യമായി സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദഅവത്തിന്റെ മാർഗത്തിൽ സജീവമായി മുന്നേറാൻ നമ്മൾ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും കൃത്യമായ ബാധ്യതകളിൽപ്പെട്ട കാര്യമാണ് ഈ ദഅവത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദഅവത്തിന്റെ മാർഗങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ കൃത്യമായി പിൻപറ്റിക്കൊണ്ട് സജീവമായി മുന്നേറാൻ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റമളാനിന്റെ ദിനങ്ങളിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആ റമളാനിലേക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ ഇന്നു മുതൽ നമ്മൾ നടത്തണം. കഴിഞ്ഞ റമളാൻ പോലെ ആകരുത് ഇനിയുള്ള നമ്മുടെ റമളാനിന്റെ ദിനങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ നന്മയിൽ മുന്നേറാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ മാസം കൂടുതൽ ഏറ്റവും നല്ല പ്രയോജനപ്രദമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.